ഇങ്ങനെ വീണിട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. വണ്ടികൾ ഇങ്ങനെ നിരന്ന് രണ്ട് സൈഡിലും ഇഷ്ടം പോലെ വണ്ടികൾ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ വിഷമമായി. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ എന്തുവാ ചെയ്യേണ്ട? ആ ട്രാഫിക് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ആളുകൾ എന്തുവാ ചെയ്തത്? എല്ലാവരും മൊബൈൽ എടുത്തിട്ട് ഒരു എമർജൻസി നമ്പറൊക്കെ ഉണ്ടല്ലോ, അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, എവിടെ ആള് വരാനാ? ഈ കുട്ടിക്ക് ആകെ വിഷമമായി. അപ്പൊ ശരിക്കും ആ കുട്ടി എന്ത് ചെയ്തു? പെട്ടെന്ന് ആ കുട്ടി എവിടോട്ട് പോയി? ആ മരത്തിന്റെ ഇലയൊക്കെ ഇങ്ങനെ പഠിക്കാനും കുടിക്കാനും ഒക്കെ തുടങ്ങി. ഈ ചെറിയ കുട്ടി ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ അതിന്റെ അപ്പൂപ്പന് സങ്കടമായി. അദ്ദേഹം വന്നിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഇവർ രണ്ടുപേരൂടെ ചെയ്യുന്ന കണ്ടപ്പോൾ ഈ മൊബൈലിലെ എമർജൻസി നമ്പറൊക്കെ കട്ടിങ്ങോട്ടിരുന്നവർക്കൊക്കെ സ്വയം ഒരു ഒരു കുറ്റബോധം തോന്നിയിട്ട് ആ കാറിലും ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട എല്ലാവരും കൂടെ പെട്ടെന്ന് വന്നു. വലിയ വലിയ കമ്പുകളും എല്ലാം ഓടിച്ചു. ഒരു അരമണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ട്രാഫിക് ക്ലിയർ ആയി. കുട്ടിയും അപ്പൂപ്പനും സന്തോഷത്തോടെ പോയി ഐസ്ക്രീം കഴിച്ച് തിരിച്ചു വന്നു. ഇവിടെ ശരിക്കും ആ ചെറിയ ചലനം ഉണ്ടാക്കിയത് ആരാ? ആ കുട്ടിയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മള് ആരാണ്, എന്താണ് നമുക്കുള്ള, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മറ്റ് സാധനങ്ങൾ, അസംസ്കൃത ഇതൊന്നും ഒരു വിഷയമല്ല. വേണ്ടതൊരു നല്ല ചിന്തയാണ്. ആ നല്ല ചിന്ത ഏറ്റവും ചെറിയ ആളിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം നിങ്ങൾ കുട്ടികൾ പോലും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ്. കാരണം ചെറിയ ഒരു വിത്താണല്ലോ വലിയ മരമാവുന്നത്. അപ്പം ചെറിയ സാധനങ്ങൾക്ക് എപ്പോഴും നമ്മുടെ പുരാണങ്ങളിലായിക്കോട്ടെ, നമ്മുടെ സയന്റിഫിക് ആയിക്കോട്ടെ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളൊക്കെ ഒരു പോയം പഠിച്ചിട്ടുണ്ടാവും, സ്വിഫ്റ്റ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ എവിടെയും? സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തോ കേട്ടേക്കുന്നേ? കാറ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞൊടിയിൽ ഇങ്ങനെ മിന്നിമായുന്ന സാധനങ്ങളാണ്. സ്വിഫ്റ്റ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയും. നമ്മൾ ഒരു കാര്യം ഇങ്ങനെ കുറേ നേരം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി നമുക്കത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ട് അതൊരു ഇതാകും. പക്ഷെ പെട്ടെന്ന് മിന്നി മറയുന്ന എന്ത് സാധനത്തിനും സൗന്ദര്യം കൂടുതലാണ്. ഉദാഹരണത്തിന് മഴവില്ല് എന്നൊക്കെയാണ് അതൊരു കവിഭാവനയാണ്. അപ്പൊ അതേപോലെ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ആറ്റം, അതിലുള്ള എനർജി ആണ്. ആറ്റം ബോംബ് പോലുള്ള വലിയ സംഭവമാണ്. അപ്പൊ ഞാൻ പറയാം, നമ്മൾ ചെറുതോ വലുതോ എന്നൊരു സംഭവമില്ല. ആരെ കൊണ്ടും എപ്പോഴും എന്ത് നല്ല കാര്യം സംഭവിക്കാൻ നമുക്ക് നല്ലൊരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ രൂപപ്പെടാനും പറ്റും. അപ്പം